ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗും ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ ഓട്ടോയിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. ഒരു 2:45 ഞങ്ങൾക്ക് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു. ഞങ്ങളൊരു 2:15 എത്തിയായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ട്രെയിന് വന്നു. പാസഞ്ചറാണ്, അപ്പം അധികം എന്താ പറയുക വലിയ ഇതില്ലായിരുന്നു, സീറ്റ് കിട്ടിയായിരുന്നു. അപ്പം ഞാനും അച്ഛനും അമ്മയും ഒരിടത്ത് തന്നെയാണ് ഇരുന്നത്. അപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു. പിന്നെ എന്താ പറയുക, ട്രാവൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ട്രിവാൻഡ്രം വിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ മാറണമെങ്കിൽ സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കുറേ അങ്ങ് മാറും. സത്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാനും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനി എൻ്റെ വലിയൊരു ഡ്രീമാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ പറവൂർ എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഓട്ടോ ഞങ്ങൾക്ക് ഓൾറെഡി ചേട്ടൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോയിൽ കയറി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് ഇത് ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്. തൊട്ട് മുകളിലാണ് ഞങ്ങളെ ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ നേരെ പിറ്റേ ദിവസത്തെയാണ് ഞാൻ കാണിക്കുന്നത്. അവർ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ സെയിം കളറായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ഊണുണ്ടായിരുന്നു. ചോറും അച്ചാറും എന്താ പറയുക, അവിയലും തോരനും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. ഇതാണ് നമ്മളുടെ നമ്മുടെ താരം ഇതാണ്. ഞങ്ങൾ ഒരുപാട് നേർച്ചയൊക്കെ ചെയ്തിട്ട് കിട്ടിയ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈവനിങ് റെഡി ആയിട്ടിരിക്കുന്നതാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. നമ്മൾ വലിയ രീതിയിൽ ആഘോഷിക്കണമൊന്നുമില്ല, ചെറിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. വലിയ ഡെക്കറേഷനോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ ആണ് ആഘോഷിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് റിലേറ്റീവ്സ് അബ്രോഡുണ്ട്. അവർക്കൊന്നും ഈ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയിട്ടില്ല, അവരൊന്നും വിളിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ അവൻ്റെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛനാണ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പുറത്ത് എൻ്റെ അമ്മയും നിൽപ്പുണ്ട്, ചേട്ടൻ്റെ അച്ഛനും നിൽപ്പുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവന് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടി, ഭയങ്കര സന്തോഷമായിരുന്നു. വേറെ വല്ല പിള്ളേരാണെങ്കിൽ കരഞ്ഞേനെ, ഇവൻ കരഞ്ഞില്ല. ഇവൻ ഭയങ്കര ചട്ടമ്പിയാണ്. അതായത് ചട്ടമ്പിയല്ല, ഭയങ്കര സ്നേഹമുള്ളവനാണ്. അപ്പോൾ അത് എൻ്റെ ചേച്ചിയാണ്, ഇപ്പോഴത്തെ ചേട്ടനാണ്, പിന്നെ മൂത്ത മോളാണത്. ഇതൊക്കെയാണ് എൻ്റെ അമ്മ. അതാണ് കേട്ടോ ആദ്യം കേക്ക് വെച്ച് കൊടുത്തത്. രണ്ടാമത് ചേട്ടൻ്റെ അമ്മ, പിന്നെ ചേട്ടൻ്റെ അച്ഛനാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ സെലിബ്രേഷൻ. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാൻ ഇടയ്ക്ക് ഇത് ഞാനാണ്, എൻ്റെ കൈകളാണ്, എൻ്റെ മുഖം കാണാൻ പറ്റിയില്ല കേസ്. എന്തോ ചേച്ചി വീഡിയോ എടുത്തതാണ് കേട്ടോ, അത് ക്ലിയർ ആയില്ല. അപ്പോഴത്തേക്കും ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് അവൻ്റെ കയ്യിൽ കിടക്കുന്നത്. അമ്മയും അച്ഛനും ഒരു ഗിഫ്റ്റ് റിങ് കൊടുത്തായിരുന്നു. ഇത് മായ എന്ന് പറഞ്ഞ ചേച്ചി അവരുടെ നെയ്ബറാണ്, അടുത്ത നെയ്ബറാണ് കേട്ടോ. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായത്. ഇത് നീതു, ഇതും ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. അവർ ഭയങ്കര ഒരു ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടു കൊടുത്താണ്. അവന് റിങ്ങാണ് രണ്ടുപേരും കൊണ്ടു കൊടുത്തത്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമാണ്. വലിയ രീതിയിലൊന്നും ആഘോഷമില്ല, ചെറിയ രീതിയിലുള്ള ഒരു ഫുഡിങ് ആയിരുന്നു. ബിരിയാണിയും ചിക്കൻ കറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു നൈറ്റ് ആയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പതിയെ നൈസായിട്ട് അകത്തോട്ട് പോയി. കാരണം എന്ന് വെച്ചാൽ നല്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന ടൈമിന് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതായത് ബുധനാഴ്ച ഈവനിങ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഓട്ടോ ഒക്കെ ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. കുറച്ച് ലേറ്റായി, പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ട്രെയിന് കിട്ടി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറയാം, നിന്ന് മനുഷ്യൻ്റെ കാല് കഴിച്ചു. അച്ഛനും അമ്മയ്ക്കും സീറ്റ് കിട്ടിയായിരുന്നു. ഞാൻ കുറേ നേരം നിന്നു. പിന്നെ എന്തോ ഒരു ലക്കിന് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അങ്കിളും ഒരു ചേട്ടനുമാണ് ഇരുന്നത്. അവർ രണ്ടൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും
ഞാൻ നമ്മൾ ഷോർട്ടിനുള്ള അപ്ലോഡ് ചെയ്യുമായിരുന്നു ആ ഒരു ടൈമിന്. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്തിരിക്കണവന് എന്തോ ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നത് അവന് മനസ്സിലായി ഞാൻ യൂട്യൂബറാണെന്നും വീഡിയോസൊക്കെ ഇടണ കണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളെ കവർ ചെയ്യാതെ വീഡിയോ എടുത്ത് എന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ട് നേരെ എന്താ പറയുക ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞ് സെലിബ്രേഷനാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.